ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. ഇപ്പോൾ നമ്മൾ SSC ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ അല്ലെങ്കിൽ ആശ്വാസകരമായ കുറച്ച് വാർത്തകളാണ് അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് നമ്മൾ ഇന്ന് നിലക്കായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതൊന്നുമില്ല, നമ്മൾ കഴിഞ്ഞ SSC CGL 2024 പരീക്ഷകളിൽ ഒരുപാട് പാളിച്ചകൾ നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ കണ്ടതാണ്. ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്ന കാര്യത്തിലായാലും അല്ലെങ്കിൽ അതിൻ്റെ മിസ്റ്റേക്കിൻ്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ അങ്ങനെ അതിലെ ടൈപ്പിംഗ് ഇഷ്യൂസിൻ്റെ കാര്യം ഒരുപാട് സ്ഥലത്ത് നമ്മൾ പല പല പാളിച്ചകളായിട്ട് നമ്മൾ കഴിഞ്ഞ പരീക്ഷയിൽ കണ്ടവരും മുമ്പത്തെ പരീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നോർത്ത് ഇന്ത്യൻസിലെ കുറച്ച് ടീച്ചേഴ്സ്, അതായത് അഭിനേഷ് ശർമ്മ, ആദിത്യ രഞ്ജൻ, ശുഭം ജെയിൻ, ഗഗൻ പ്രതാപ് പോലത്തെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ഫാക്കൽറ്റീസ് ഒരുമിച്ച് കൂടിയാണ്ട് ഇന്നലെ മിനിഞ്ഞാന്ന് ദിവസങ്ങളിൽ SSCൻ്റെ ചെയർമാനെ പോയിട്ട് കാണുകയുണ്ടായി. അപ്പോൾ അതിൽ ചെയർമാനെ മീറ്റ് ചെയ്യാൻ പറ്റിയെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിലൊരുപാട് കാര്യങ്ങൾ ചെയർമാൻ അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. നല്ല നല്ല കാര്യങ്ങൾ അത് ഭാവിയിൽ ഇനി അങ്ങോട്ടുള്ള പരീക്ഷകളിൽ സംഭവിക്കുന്നതാണ് പറയുന്നത്. നമ്മളൊരു SSC ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് അടുത്ത പരീക്ഷ മുതൽ TCS എക്സാം കണ്ടക്ട് ചെയ്യില്ല എന്നുള്ളതാണ്. കാരണം അവരാണ് ഇപ്പോൾ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. എക്സാം കണ്ടക്ട് ചെയ്യുന്നത് മാത്രമല്ല, എക്സാം കണ്ടക്ട് ചെയ്യുന്നില്ല എന്നല്ല, ക്വസ്റ്റ്യൻ ബാങ്ക് ക്രിയേറ്റ് ചെയ്യുന്നത് ഇനി TCS ആയിരിക്കില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ മെയിനായിട്ട് സോഫ്റ്റ്വെയർ കൊടുക്കുന്നതും എക്സാം ലാബ് പ്രൊവൈഡ് ചെയ്യുന്നതും ക്വസ്റ്റ്യൻ പേപ്പർ ക്രിയേറ്റ് ചെയ്യുന്നതും എല്ലാം TCS ആണ്. അപ്പോൾ ഇനി അങ്ങോട്ട് TCS ക്വസ്റ്റ്യൻ ബാങ്ക് ക്രിയേറ്റ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. പുതിയ ടീമായിരിക്കും ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യുക. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് SSC JEE പരീക്ഷകളായിക്കോട്ടെ, SSC CGL Tier 2 പരീക്ഷകളായിക്കോട്ടെ, 10ഓളം ക്വസ്റ്റ്യനൊക്കെയാണ് മിസ്റ്റേക്ക്. അതുപോലെ തന്നെ ചോദിക്കുന്നത് നിലവാരം കുറഞ്ഞ ചോദ്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് മെയിനായിട്ട്. അപ്പോൾ അടുത്ത പരീക്ഷ മുതൽ SSC TCS കണ്ടക്ട് ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഈ പറയുന്ന കാര്യങ്ങളൊന്നും റിട്ടേൺ ആയിട്ട് SSC ചെയർമാൻ്റെ കയ്യിൽ നിന്ന് ഇവർക്കാരും കിട്ടിയിട്ടൊന്നുമില്ല. ഇവർ വൈകുന്നേരം പോയി SSC ചെയർമാനെ പോയി കണ്ടിട്ട് ഇവരുടേതായ റിഫോംസ് കാര്യങ്ങൾ SSC ചെയർമാൻ അറിയിച്ച്, അപ്പോൾ അയാൾ കൊടുത്ത ചില ഉറപ്പുകൾ, അതായത് വാക്കാൽ കൊടുത്ത ചില ഉറപ്പുകൾ മാത്രമാണ്. ഇതൊന്നും റിട്ടേൺ ആയിട്ട് എവിടെയും കൊടുത്തിട്ടില്ല. ഒന്നും മാറി 100% കൺഫേം ആവാൻ ഒന്നും ആയിട്ടില്ല. ഇതൊരു ഒഫീഷ്യലായിട്ട് SSCൻ്റെ സൈറ്റിൽ നോട്ടിഫിക്കേഷൻ വരാത്തിടത്തോളം കാലം ഇത് 100% കൺഫേംഡ് ആണെന്ന് നമുക്കാർക്കും പറയാൻ പറ്റില്ല. പക്ഷേ അവർ ചെയർമാൻ പറഞ്ഞു എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് TCS പരീക്ഷ കണ്ടക്ട് ചെയ്യില്ല, അതായത് ക്വസ്റ്റ്യൻ ബാങ്ക് ക്രിയേറ്റ് ചെയ്യില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു കാര്യമാണ്. കാരണം അവർക്ക് ഒരുപാട് വർക്ക് വേർത്തനുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ക്വസ്റ്റ്യൻ ബാങ്ക് കൂടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ കയറി വരുന്നുണ്ട്. അപ്പോൾ അത് പുതിയൊരു ടീം കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു രീതിയിൽ അറ്റ്ലീസ്റ്റ് കുറച്ച് വർഷത്തേക്കെങ്കിലും നല്ല രീതിയിൽ അത് പോകും നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ SSC ക്വസ്റ്റ്യൻ്റെ, അതിന് അങ്ങോട്ടുള്ള SSC ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ നിലവാരം കുറച്ച് കൂട്ടുമെന്നാണ് പറയുന്നത്. അതായത് CGL ഡിഗ്രി ലെവൽ, ആ ലെവലിലുള്ള കുറച്ച് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസും MTS പോലത്തെ പരീക്ഷകൾക്ക് കുറച്ച് ലെവൽ കുറഞ്ഞ ക്വസ്റ്റ്യൻസൊക്കെ അങ്ങനെ ചോദിക്കുന്നൊക്കെയാണ് പറയുന്നത്. കാരണം ഇപ്പോൾ നമുക്കറിയാം MTSനൊക്കെ ചോദിക്കുന്നത് CGLൻ്റെ നിലവാരമുള്ള ക്വസ്റ്റ്യൻസും CGL ചോദിക്കുന്നത് MTSൻ്റെ നിലവാരമുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുമാണ്. അപ്പോൾ അതൊക്കെ ഇനി മാറും എന്നാണ് പറയുന്നത്. പിന്നെ മെയിനായിട്ടുള്ള കാര്യം, ഈ വർഷം പരീക്ഷ എഴുതിയ ആളുകളുടെ റിവൈസ്ഡ് റിസൾട്ടിനെ പറ്റി സംസാരിച്ചപ്പോൾ അത് പോസിബിൾ അല്ലെന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. കാരണം അത് എന്താണ്, ഓൾറെഡി നടന്ന കാര്യമാണ്. അപ്പോൾ ഇതിനി മാറണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കോടതി പറയണം, അല്ലാതെ വേറൊരു കാര്യം അവർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഓൾറെഡി ഈ റൂളും കാര്യങ്ങളൊക്കെ അനുസരിച്ച് റിസൾട്ട് എല്ലാം പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാണ്. ഇവർക്ക് തോന്നിയ പോലെ മാറ്റാനോ എടുക്കാനൊന്നും പറ്റില്ല. ഇനി അത് മാറ്റണമെന്നുണ്ടെങ്കിൽ അത് കോടതി പറഞ്ഞാൽ മാത്രമേ ചെയ്യുള്ളൂ. പിന്നെ അതിൽ വന്ന് മെയിനായിട്ടുള്ള വേറൊരു റിഫോം എന്ന് പറഞ്ഞാൽ ഒന്ന് വെയിറ്റിംഗ് ലിസ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് SSC. കാരണം നമുക്കറിയാം, നമ്മുടെ PSCയിലൊക്കെ നടത്തുന്ന പോലത്തെ വെറുതെ വെയിറ്റിംഗ് ലിസ്റ്റ് ഇവിടെ SSCയിൽ കൊണ്ടുവന്നിടാൻ പറ്റില്ല. അപ്പോൾ PSCയിൽ പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് LD ക്ലർക്കിനാണെങ്കിൽ LD ക്ലർക്കിന് പരീക്ഷ. അപ്പോൾ അതിന് വെയിറ്റ് ലിസ്റ്റ് കൊണ്ടുവന്നാലും കുഴപ്പമില്ല, മുകളിലത്തെ കുട്ടികൾ കയറിയില്ലെങ്കിൽ താഴത്തെ കുട്ടികൾക്കും കിട്ടാൻ പോകുന്ന LD ക്ലർക്ക് ജോലി തന്നെയാണ്. പക്ഷേ SSCയിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ജോലികൾക്ക് വേണ്ടിയിട്ട് ഒരു പരീക്ഷയാണ്. അപ്പോൾ നമ്മൾ വെറുതെ ഒരു വെയിറ്റിംഗ് ലിസ്റ്റ് കൊണ്ടുവന്ന് താഴെ കുട്ടികൾക്ക് മുകളിലോട്ട് കൊടുത്താൽ അത് കുറേ പ്രശ്നമാവാൻ സാധ്യതയുണ്ട്. കാരണം താഴെ ഇരിക്കുന്ന കുട്ടികൾക്ക് നല്ല ജോലി കിട്ടാനും റാങ്കിന് അതിൻ്റെ താഴെ ആൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനൊക്കെ ഉള്ള പ്രശ്നമുണ്ട്. അപ്പോൾ അത് വളരെ ഒരു ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒരു നല്ലൊരു വേ സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയർമാൻ പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ എത്രത്തോളം അത് പോസിബിൾ ആണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം കേട്ടോ. പിന്നെ ഈ ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് മിസ്റ്റേക്ക് കാരണമൊക്കെ ഒരു അറ്റംപ്റ്റും കൂടെ, അത് ലാസ്റ്റ് അറ്റംപ്റ്റിൽ എഴുതിയ കുറേ കുട്ടികളുണ്ട്. ഇവരുടെ SSCൻ്റെ മാത്രം കാരണം കൊണ്ടൊക്കെ റാങ്ക് ലിസ്റ്റ് കയറാതെ പോയി ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് ഒരു അറ്റംപ്റ്റും കൂടെ കൊടുക്കുന്നതിനെ പറ്റി പറയുമ്പോൾ അതൊക്കെ കോടതിയും പിന്നെ നമ്മുടെ ഗവൺമെൻറ് ഓഫീഷ്യൽസൊക്കെയാണ് തീരുമാനിക്കേണ്ടത്. ഇവർക്കത് തീരുമാനിക്കാനുള്ള അവകാശം ഇല്ല എന്നാണ് പറയുന്നത്. എന്തായാലും കോടതിയൊക്കെ പറഞ്ഞാൽ പിന്നെ ഇവർ കോടതിയിൽ പോകുന്നൊക്കെ പറയുന്നുണ്ട്. കോടതി പറഞ്ഞ് എന്തായാലും അവർക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. പക്ഷേ അത് എത്രത്തോളം നടക്കുന്നുള്ളത് അത് നമുക്ക് കണ്ടറിയാം കേട്ടോ. പിന്നെ നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഈ നോർമലൈസേഷൻ ഫോർമുല അല്ലേ. നോർമലൈസേഷൻ ഫോർമുല പലർക്കും പല രീതിയിലാണ്. അത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്നുള്ളത് നമുക്ക് പലപ്പോഴും ചില ആൾക്ക് മാർക്ക് കൂടുന്നു, ചില ആൾ കുറയുന്നു, എത്രത്തോളം നല്ല എന്നുള്ളത് അത് നോക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കമ്മിറ്റി എത്രത്തോളം ഇത് എഫക്റ്റീവ് എന്നുള്ള രീതിയിൽ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഒന്നെങ്കിൽ പുതിയൊരു ഫോർമുല കണ്ടെത്താനോ അല്ലെങ്കിൽ പെർസെൻറ്റേജ് പോലത്തെ കാര്യങ്ങളിലേക്ക്, ഇപ്പോൾ RRB കണ്ടക്ട് ചെയ്യുന്ന പോലത്തെ കാര്യങ്ങളിലേക്ക് മാറാനൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊരു കമ്മിറ്റി ഫോം ചെയ്തു എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, അതായത് ഈ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നതിന് മുമ്പ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ SSC കണ്ടക്ട് ചെയ്യണമെന്നാണ് ഇവർ പറഞ്ഞത്. പക്ഷേ അത് പോസിബിൾ അല്ല എന്നാണ് SSC പറയുന്നത്. കാരണം ഇത് ഓൾറെഡി പണ്ടൊക്കെ SSC ആയിരുന്നു ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ കണ്ടക്ട് ചെയ്തിരുന്നത്. പക്ഷേ അത് ഗവൺമെൻറ് SSCൻ്റെ കയ്യിൽ നിന്ന് മാറ്റിയിട്ട് അത് കൺസേൺഡ് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കുക ചെയ്തു. അതായത് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ് ഫാസ്റ്റ് ആക്കാൻ വേണ്ടി SSC ഇനി ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ കണ്ടക്ട് ചെയ്യേണ്ട, അത് ചെയ്യേണ്ടത് കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റാന്ന് പറഞ്ഞിട്ട് അത് ഗവൺമെൻറ് അവരുടെ കയ്യിൽ നിന്നും ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുത്തതാണ്. അപ്പോൾ അവർക്ക് അതിൻ്റെ മുമ്പ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനോ മറ്റൊന്നും കണ്ടക്ട് ചെയ്യാനുള്ള അധികാരം SSCക്കായിട്ട് ഇല്ല. അപ്പോൾ അതുകൊണ്ട് അതും നടക്കുന്ന കാര്യമല്ല. പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, മെയിനായിട്ട് സജഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഈ CGL, CSL, MTS
ഈ 3 റാങ്ക് ലിസ്റ്റിൽ വരുന്ന ആളുകളുണ്ട് ഒരുപാട്. അത് ഇവരെ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഓരോരുത്തർക്കും ജോലി കൺഫേം ആകാത്തതുകൊണ്ട് തന്നെ അവരെല്ലാവരും MTSും കൊടുക്കും, CGLും കൊടുക്കും, CHLും കൊടുക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇനി മുതൽ ആദ്യം CGLൻ്റെ പരീക്ഷ കണ്ടക്ട് ചെയ്യും, പിന്നെ CHLൻ്റെ പരീക്ഷ കണ്ടക്ട് ചെയ്യും, പിന്നെ MTSൻ്റെ പരീക്ഷ കണ്ടക്ട് ചെയ്യും. CGLൻ്റെ പരീക്ഷ കണ്ടക്ട് ചെയ്ത് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് ഔട്ടായി കഴിഞ്ഞാൽ പിന്നെ അതിലുള്ള ഒരാൾക്ക് വെറുതെ CGLും CHLും MTSും കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ആദ്യം CGL കണ്ടക്ട് ചെയ്തിട്ട് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷമാണ് CHLും MTSും റാങ്ക് ലിസ്റ്റ് വരിക എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. നല്ല നല്ല കാര്യങ്ങളാണ്. കാരണം എല്ലാത്തിലും ഒരാൾ കയറിയിട്ട് കാര്യമില്ല. പല ആളുകളും നമുക്ക് തന്നെ അറിയാം, നമ്മുടെ കൂടുതൽ ആളുകൾ CGL, CHL, MTS ലിസ്റ്റിലൊക്കെ ഉണ്ട്. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർക്ക് ആദ്യം വരുന്ന MTSൻ്റെ റിസൾട്ട്. അപ്പോൾ അവരെന്തെങ്കിലും ഒരു ജോലി ഉറപ്പാക്കാനേ നോക്കുകയുള്ളൂ. അതിനുശേഷം CGL വരുന്നു. അപ്പോൾ പിന്നെ അവരും ഈ രണ്ടും എന്തായാലും, കാരണം എല്ലാവർക്കും ഒരു ജോലിയാണ് വേണ്ടത്. അപ്പോൾ അതിനാരും അങ്ങനെ സാക്രിഫൈസ് ചെയ്യൊന്നുമില്ല. കാരണം CGLൻ്റെ റിസൾട്ട് വന്നിട്ട് അല്ലെങ്കിൽ CGL എന്തായാലും കിട്ടുമെന്നൊന്നും പറയാൻ പറ്റുന്നില്ല. കാരണം ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വിത്തുകളുടെ അതുപോലത്തെ ഒരുപാട് ഇഷ്യൂസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ആരും അങ്ങനെ റിസ്ക് എടുക്കാനൊന്നും നിൽക്കില്ല, എല്ലാവരും കൊടുക്കും. പക്ഷേ ഇങ്ങനൊരു സംഭവം നടത്തി കഴിഞ്ഞാൽ അത് നല്ലൊരു കാര്യമാണ്. കാരണം CGL റിസൾട്ട് വന്നിട്ട് CHL വരുമ്പോൾ അത് നല്ലൊരു കാര്യമാണ് കേട്ടോ. പിന്നെന്താ, ഓക്കെ, പിന്നെ വേറെ എന്താ, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഈ കാരണങ്ങളോടെ ഈ റിഫോംസ് എല്ലാം നടക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു 1-2 മാസം CGL ഈ വരാൻ പോകുന്ന CGLൻ്റെ നോട്ടിഫിക്കേഷൻ ഡിലേ ആകുമെന്ന് പറയുന്നുണ്ട്. അത്രത്തോളം സത്യം ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ട് വന്ന കാര്യങ്ങളല്ല. ഇവർ ചർച്ചയിലൂടെ അഭിനേഷ് ശർമ്മയും പിന്നെ 2 സ്റ്റുഡൻസും പോയി എന്നാണ് പറയുന്നത്. ഇവർ ഇന്നലെ വൈകുന്നേരം വരെ കാത്തു നിന്നിട്ട് ലാസ്റ്റ് വൈകുന്നേരമാണ് ഇവർ ഇപ്പോൾ ചെയർമാനെ കാണാനുള്ള പെർമിഷൻ കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുള്ളത്. ഇതൊന്നും ഒഫീഷ്യലായിട്ടില്ല. പിന്നെ SSCൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് കുറച്ച് ചെറുതായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. കാരണം ഇപ്പോൾ പല ആൾക്കും ഫ്രീ ആണ്. അതുപോലെ തന്നെ 100 രൂപയ്ക്ക് അതിന് കുറേ കുട്ടികൾ വെറുതെ അപ്ലൈ ചെയ്തിട്ടിട്ട് അങ്ങനെ പോകാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പിന്നെ വേറെ എന്താ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു പേപ്പർ ഡിഫിക്കൽറ്റി, പിന്നെ ടൈപ്പിങ്ങിലൊക്കെ ഒരുപാട് പ്രശ്നം കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ കണ്ടു. ഒരുപാട് കുട്ടികൾ അവരുടേതല്ലാത്ത പ്രശ്നം കൊണ്ട് ടൈപ്പിങ്ങിലൊക്കെ പ്രശ്നം വന്ന ആൾ. അപ്പോൾ അതൊക്കെ റെക്ടിഫൈ ചെയ്യുമെന്നാണ് പറയുന്നത്. പിന്നെന്താ, മെയിനായിട്ട് ഇത്രയൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഡിലേ ആവാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട് നോട്ടിഫിക്കേഷൻ കേട്ടോ. പിന്നെ വേറൊരു മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ Tier 2 ഇനി അങ്ങോട്ട് സിംഗിൾ ഷിഫ്റ്റിൽ മാത്രമേ കണ്ടക്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. കാരണം അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം 2-3 ഷിഫ്റ്റിലായിട്ട് കണ്ടക്ട് ചെയ്യുമ്പോൾ ഒരു ഷിഫ്റ്റ് ഈസിയാണ്, ഒരു ഷിഫ്റ്റ് ടഫാണ്. അപ്പോൾ നോർമലൈസേഷനിൽ ഒരുപാട് മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നതുകൊണ്ട് ഇനി അങ്ങോട്ട് Tier 2 എക്സാം ഒരു സിംഗിൾ ഷിഫ്റ്റിൽ കണ്ടക്ട് ചെയ്യാൻ പരമാവധി ശ്രമിക്കുന്നുള്ളതാണ് ചെയർമാൻ അവർക്ക് കൊടുത്തിട്ടുള്ള ഉറപ്പ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ്റെ ലെവലൊന്നും ചിലപ്പോൾ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ കട്ട് ഓഫ് പരമാവധി കുറഞ്ഞു വരാനും സാധ്യതയുണ്ട്. കാരണം ഇപ്പം നമുക്കറിയാം വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനൊക്കെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ കട്ട് ഓഫ് വളരെ മുകളിലോട്ട് പോകാണ്. തീരെ നിലവാരമുള്ള ചോദ്യമൊക്കെയാണ് Tier 2 എക്സാമിന് പോലും ചോദിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ലെവൽ കുറച്ച് കൂട്ടുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അപ്പോൾ ആരും അതാലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇനി ലെവൽ കൂടുമ്പോൾ നമുക്ക് കയറാൻ പറ്റില്ല. ലെവൽ കൂട്ടിക്കോട്ടെ, ടഫായിക്കോട്ടെ. ടഫാകുമ്പോൾ എല്ലാവർക്കും ടഫായിരിക്കും. പഠിക്കുന്ന കുട്ടികൾക്ക് അത് അഡ്വാൻറ്റേജ് തന്നെയാണ്. അതിൻ്റെ ഒരിക്കലും അതാലോചിച്ചിട്ട് ആരും ടെൻഷൻ അടിക്കാൻ നിൽക്കേണ്ട. പിന്നെ TCSന് മാറുമ്പോൾ പുതിയ ടീം വരുമ്പോൾ അതും നമുക്ക് ബുദ്ധിമുട്ടാവുമോ എന്നുള്ള ആ ടെൻഷനൊന്നും ആവശ്യമില്ല കേട്ടോ. പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആര് പരീക്ഷ നടത്തിയാലും അതിലൊരു ടെൻഷൻ്റെ ആവശ്യമില്ല. കാരണം നിങ്ങൾ കൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. കാണാതെ പഠിക്കുന്നത്, മാത്സൊക്കെ കാണാതെ പഠിക്കുന്ന ആ ഒരു സ്വഭാവം മാറ്റി വെക്കുക. ബാക്കി കൺസെപ്റ്റ് ക്ലിയർ ആക്കിയിട്ട് പഠിച്ചാൽ ആര് പരീക്ഷ നടത്തിക്കൊടുക്കും. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ വെണ്ടർ മാറാന്നൊരു റൂമർ വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അത് തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ആ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കുക വേണ്ട. കൺസെപ്റ്റ് ക്ലിയർ ആക്കിയിട്ട് നിങ്ങൾ പഠിച്ചോ. നിങ്ങൾ ആര് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഇത് മാറേണ്ടതാണ്. കാരണം നമുക്കിത് ഇപ്പോഴും ഇനി ഇങ്ങനെ അതുപോലെ ഈ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളും റെലവൻ്റ് അല്ലാത്ത, അതുപോലെ തന്നെ Tier 2 എക്സാമിന് പോലും ഇത്ര റെലവൻ്റ് അല്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന ഈ ടൈപ്പ് ഓഫ് പരീക്ഷയൊക്കെ മാറിയിട്ട് പുതിയ ടൈപ്പ് ഓഫ് പരീക്ഷ കേട്ടോ. ഇനി മാറ്റങ്ങൾ, റിഫോംസ് ഒക്കെ അത്യാവശ്യമാണ്. അപ്പോൾ അത് വരുന്നത് നമ്മൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. ആരും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. പുതിയ വരുന്ന ഏജൻസി ആണെങ്കിൽ ഇതുപോലെ നല്ല നിലക്ക് തന്നെ പരീക്ഷ നടത്തുന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. കുറച്ച് നിലവാരമുള്ള ചോദ്യങ്ങളൊക്കെ, ഒന്നുമില്ലെങ്കിലും മിനി സിവിൽ സർവീസ് പരീക്ഷ എന്നറിയപ്പെടുന്ന ഒരു പരീക്ഷയല്ലേ CGL. അതിന് കുറച്ചെങ്കിലും ഒരു നിലവാരമുള്ള ക്വസ്റ്റ്യൻസ് ഇനി അങ്ങോട്ടെങ്കിലും ചോദിക്കുന്നുള്ളത് പ്രതീക്ഷിക്കാം. കട്ട് ഓഫ് 150, 160 കടന്ന് പോകുന്നതിന് പകരം ഒരു 120, 130, 110 ലെവലിലെ കട്ട് ഓഫ് നിൽക്കുന്ന രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യണമെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. അത് വളരെ നല്ലത് തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലതും അത് തന്നെയാണ്. കാരണം അപ്പോഴാണ് നിങ്ങൾ പഠിക്കുന്ന ആളുകളും പഠിച്ച് തുടങ്ങിയ ആളുകളും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ഒക്കെ കുറഞ്ഞു വരും, അല്ല കൂടി വരും. കാരണം പഠിക്കുന്ന ആൾക്ക് അതിൻ്റെ ഔട്ട്പുട്ട് വേണം കേട്ടോ. അത് തന്നെ വേണം. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചിരുന്ന ആൾക്ക് പെട്ടെന്ന് കുറച്ചധികം മാർക്ക് സ്കോർ ചെയ്യാനൊക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട്. ഓൾറെഡി പഠിച്ച് നടത്തി കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉള്ള ആൾക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടാത്ത പോകുന്നത്. കാരണം അത്രയും ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ് പലപ്പോഴും Tier 2 എക്സാമിനൊക്കെ പോലും ചോദിക്കുന്നത്. അപ്പോൾ അതൊക്കെ മാറേണ്ടത് തന്നെയാണ്. അപ്പോൾ ഇത് ഈ റിഫോംസ് വെച്ചിട്ട് ആരും ടെൻഷൻ അടിക്കാനൊന്നും പോകണ്ട. നല്ല കാര്യങ്ങളാണ്. ഇത് നടക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് നമ്മളെ പോലെ പഠിക്കുന്ന ആളുകൾക്ക് തന്നെയാണ്.
കാരണം SSC മാറണം, ഒരുപാട് SSC മാറിയിട്ടുണ്ട്. കാരണം നമുക്കറിയാം പണ്ട് 3-4 ഷിഫ്റ്റൊക്കെ വെച്ച് 3-4 ടിയറൊക്കെ വെച്ച് നടത്തിയിട്ട് ഒരുപാട് ഡിലേ ഉണ്ടായിരുന്ന പ്രോസസ്സ് ഇപ്പം നമുക്കറിയാം. കഴിഞ്ഞ ജൂൺ ജൂലൈയിൽ നോട്ടിഫിക്കേഷൻ വന്നു, മാർച്ചിൽ റിസൾട്ട് വന്നു, വെറും 8-9 മാസം കൊണ്ട് ഫൈനൽ റിസൾട്ട് വന്നു. അപ്പോൾ അതൊക്കെ SSC ഒരുപാട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് തന്നെ വന്നു. അപ്പോൾ അതുപോലെ DV ഒക്കെ മാറ്റിയത് അത് നല്ലതാണോ ചീത്തയാണോ വെച്ചാൽ ചില കേസിൽ നോക്കുമ്പോൾ നല്ലതാണ്, ഡിലേ കുറച്ച് കുറഞ്ഞു കിട്ടും. പക്ഷേ ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ, കാരണം ഈ എലിജിബിൾ അല്ലാത്ത ഒരുപാട് പേര് റാങ്ക് ലിസ്റ്റ് കയറിയിട്ട് പിന്നെ DV വരുമ്പോൾ ഔട്ടാവുന്ന ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും റിഫോംസ് എല്ലാം നല്ലതാണ്. പഠിക്കുന്ന ഒരു കുട്ടി, നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടി ഇതൊന്നും ആലോചിച്ച് ഒരിക്കലും ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷനുമായിട്ട് മുന്നോട്ട് പോവുക. ആര് വേണമെങ്കിലും നടത്തിക്കോട്ടെ. പിന്നെ ഞാൻ ഈ പറഞ്ഞ വീണ്ടും ഞാൻ പറയുന്നു, ഇതൊന്നും ഒഫീഷ്യലായിട്ട് SSCൻ്റെ സൈറ്റിൽ വന്ന കാര്യങ്ങളല്ല. ഇന്നലെ കഴിഞ്ഞ ദിവസം SSCൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ പോയിട്ട് ഇവരെല്ലാം ഡിസ്കസ് ചെയ്തിട്ട് നടത്തിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ ഈ പറഞ്ഞൊന്നും ഒഫീഷ്യലായിട്ട് ആരും എടുക്കേണ്ട. ഒഫീഷ്യലായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ SSCൻ്റെ സൈറ്റിൽ തന്നെ അവർ പബ്ലിഷ് ചെയ്യും, അന്ന് മാത്രം വിശ്വസിക്കുക. ഇപ്പോൾ ജസ്റ്റ് കൺഫേം ആയിട്ടുള്ള കാര്യമാണ്, ഒരു മീറ്റിങ്ങിന് പോയി ചർച്ച ചെയ്തു എന്നുള്ള കാര്യം കേട്ടോ, അല്ലാതെ വെറും റൂമേഴ്സ് അല്ല. അവർ കൺഫേം ആയിട്ടൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ചെയർമാൻ ഈ പറഞ്ഞതൊക്കെ വെറും വെർബലി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, ഒന്നും റിട്ടൺ ആയിട്ട് പേപ്പറിൽ സൈൻ ചെയ്ത് കൊടുക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇവർ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെയാണ് സംസാരിച്ചതെന്നൊക്കെയാണ് അഭിനീഷ് ശർമ്മ സാറും കാര്യങ്ങളെല്ലാം പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മുടെ പ്രിപ്പറേഷൻ വളരെ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക. ചിലപ്പോൾ ഒരു ചെറിയ ഡിലേ വന്നാലും മാക്സിമം ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ തന്നെ പരീക്ഷ നടക്കാൻ സാധ്യതയുണ്ട്. അത്ര വലിയ ഡിലേ ഒന്നും പറയുന്നില്ല. ചെറിയ റിഫോംസ് വരുത്താൻ ചെറിയൊരു കാലതാമസം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊന്നും നമ്മൾ ആലോചിക്കേണ്ട. നമ്മൾ ജൂൺ ജൂലൈ മാസങ്ങളിൽ പരീക്ഷ വരുന്നുള്ള രീതിയിൽ തന്നെ പഠിച്ചിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.